പോയാൽ വീണ്ടും വീണ്ടും പോകാൻ തോന്നുന്ന ഒരേ ഒരു ജില്ല എനിക്ക് കണ്ണൂരാണ്. പണ്ട് തൊട്ടേ എന്തോ ഒരു സോൾ കണക്ഷൻ എനിക്ക് ഈ പ്ലേസിനോട് തോന്നിയിട്ടുണ്ട്. മുട്ട കഴിച്ചാൽ പോലും അമ്പലത്തിൽ കയറാൻ മടിയുള്ള എനിക്ക് ഊണിൽ ചിക്കൻ കണ്ടപ്പോൾ ശരിക്കും അതിശയമായി തോന്നി. കുന്നരും പാറയിൽ തറവാട്ടിലാണ് വയനാട്ട് കുലവൻ തെയ്യം കാണാനായി ഞാൻ പോയത്. ഇൻസ്റ്റഗ്രാമിലെ വൈറൽ തെയ്യമായ കാണ്ടനാർ കേളന്റെ ഐതിഹ്യം അറിഞ്ഞ തെയ്യം കാണുമ്പോൾ ഉള്ള ഫീല് വേറെ തന്നെയാണ്. നല്ലൊരു കർഷകനായിരുന്ന കേളനെ വളർത്തമ്മയായ ചക്കിയമ്മ വയനാട്ടിലെ സ്ഥലം കൃഷിയോഗ്യമാക്കാൻ അങ്ങോട്ടേക്ക് അയച്ചു. പോകുമ്പോൾ വീട്ടിലുണ്ടായിരുന്ന കള്ള് ആവോളം കുടിക്കുകയും പോകുന്ന വഴിക്ക് കുടിക്കാനായി കള്ള് കൊണ്ടുപോവുകയും ചെയ്തു. അവിടുത്തെ 4 കാടുകളും വെട്ടിത്തെളിച്ച് ഓരോന്നായി തീയിടാൻ തുടങ്ങി. ഓരോ കാട് തീയിടുമ്പോഴും അതിന്റെ ഇടയിൽ കൂടി മദ്യലഹരിയിൽ അതിസാഹസികമായി ഓടിയിറങ്ങി. ഇത് കേളന് ഒരു ഹരമായി. 4 കാടുകളെ സൂചിപ്പിക്കാനാണ് ആദ്യം കനലുകൾ 4ആയി ഭാഗം ചെയ്യുന്നത്, പിന്നീട് അത് തീയിടുന്നത്. ഒടുക്കം 4ാമത്തെ കാട് തീയിടാൻ തുടങ്ങുകയും തീ ആളി പടർന്നതിനാൽ കേളന് പുറത്തു ചാടാനായി. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന നെല്ലിമരത്തിൽ കയറുകയും അതിലുണ്ടായിരുന്ന 2 നാഗങ്ങളുടെ കൊത്തേറ്റ് കേളനും നാഗങ്ങളും തീയിലേക്ക് വീണ് ചാരമായി മാറി. അതുവഴി വന്ന വയനാട്ട് കുലവൻ കേളന് പുനർജന്മം കൊടുത്ത് ദൈവക്കരുവായി മാറിയെന്നാണ് ഐതിഹ്യം. അതുകൊണ്ടാണ് വയനാട്ട് കുലവൻ ദേവസ്ഥാനത്തിലൊക്കെയും തന്നെ കാണ്ടനാർ കേളൻ തെയ്യം ഉണ്ടാവാറുള്ളത്.